ഇപ്പൊ ബീഫ് രാഷ്ട്രീയം, ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP ഇത്രയേറെ മുന്നോട്ട് വന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കി ജനങ്ങളുടെ വോട്ടൊക്കെ നേടിയൊരു വലിയൊരു രാഷ്ട്രീയമായിരുന്നു ബീഫ് രാഷ്ട്രീയം. കേരളത്തിൽ ഉൾപ്പെടെയൊക്കെ ഒരുപാട് വിവാദങ്ങളായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. പക്ഷേ ഹിമാചൽ പ്രദേശിൽ ഇതിൽ നേർ വിപരീതമായ ഒരു ചിത്രമാണ് കാണുന്നത്. കാരണം ഹിമാചൽ പ്രദേശ് ദേവീദേവന്മാരുടെ നാടാണെന്നും അവിടെ ബീഫ് കഴിക്കുന്നവർ മത്സരിക്കാൻ പാടില്ല എന്നുള്ളൊരു തിട്ടൂരിറക്കിയത് കോൺഗ്രസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ അതായത് ഈ പറഞ്ഞ ഈ ബീഫ് കോൺഗ്രസ് ഉപയോഗിച്ച ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഹിമാചലില് ഈ ബീഫ് രാഷ്ട്രീയം എത്രത്തോളം സ്വാധീനിക്കും കോൺഗ്രസിനെയും, ആർക്കാണ് അതിന് നേട്ടം കിട്ടാൻ സാധ്യത? ഈ ബീഫ് രാഷ്ട്രീയം എന്ന് നമ്മളിവിടെ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത് സംഘപരിവാറിന്റെ കേസ് കാണുന്നതൊക്കെയുള്ള. അത് അങ്ങനെയല്ല എന്ന് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ കൂടുതൽ അതിനെപ്പറ്റി നോക്കുമ്പോൾ പശു എന്ന് പറയുന്ന സംഭവം രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഈവൻ CPM പോലും ഏതോ പ്രദേശങ്ങളിലൊക്കെ അതിന്റെ കൂടെ നിന്നു എന്നുള്ള തരത്തിലുള്ള ഇമേജുകളൊക്കെ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു സംഭവം മുന്നോട്ട് വെക്കാതെ ആളുകളെ കൂടെ നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സംഘപരിവാർ അല്ലെങ്കിൽ BJP സാധനമാണെന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഹിമാചലില് ഇപ്പൊ കങ്കന റാവത്ത് എന്ന് പറഞ്ഞ അഭിനേത്രിയായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന അവര് ഹിമാചലിൽ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് പണ്ട് രാജസ്ഥാനിൽ എപ്പോഴോ അവര് ഭക്ഷണം കഴിച്ച ഏതോ പാർട്ടിയിൽ ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ചിത്രം ആരോ കുത്തിപ്പൊക്കിയതാണ് സോഷ്യൽ മീഡിയ. എന്നിട്ട് അത് വിവാദമാക്കി അവര് ബീഫാണ് കഴിച്ചത്. അപ്പൊ അതിനെതിരെ അപ്പൊ ഈ പറഞ്ഞ സംഭാഷണങ്ങൾ പറയുന്നത് കോൺഗ്രസിന്റെ വളരെ കാലം ഹിമാചലിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകനായിട്ടുള്ള വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വിക്രമാദിത്യ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് ഇത് വിവാദമാക്കുന്നത്. അപ്പോൾ വരുന്ന പ്രസ്താവനകളാണ് ഇങ്ങനെ, ഇത് ദേവീ ദേവന്മാരുടെ നാടാണ്, ബീഫ് തിന്നവർ ഇവിടെ മത്സരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭാഷണം നമ്മൾ അത് മാത്രമായിട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് BJP-കാരൻ കോൺഗ്രസ്സുകാരനോട് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അത് കോൺഗ്രസ്സുകാരും BJP-ക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവര് മറ്റിടങ്ങളിൽ ഉപയോഗിക്കുന്നത് അവർക്ക് അവിടെ തന്നെ തിരിച്ചടിയായി വരുന്നു എന്നുള്ളതാണ്. അത് എത്രത്തോളം ഹിമാചലിന്റെ മൊത്തത്തിലെ രാഷ്ട്രീയത്തിനെ ബാധിക്കുന്നൊന്നും അറിയില്ല. കാരണം അവിടെ പശു രാഷ്ട്രീയം മാത്രമല്ലല്ലോ, ഈ പറഞ്ഞ പോലെ അയോധ്യയും കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ വിശ്വാസപരമായിട്ടുള്ള വോട്ടിലൊക്കെ എത്രത്തോളം മാറ്റം വരുമെന്ന് അറിയില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എല്ലാ രാഷ്ട്രീയക്കാരും എന്നും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കോൺഗ്രസ് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതിനെതിരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ അംബേദ്കർ ആണെങ്കിലും ഒക്കെ അതിനെ ഒരു ഭരണഘടന, അതായത് ഗോവധ നിരോധന നിയമം ഇന്ത്യയിൽ വേണമെന്ന് അത്രത്തോളം ശക്തമായി വാദിച്ച പല നേതാക്കന്മാരും കോൺഗ്രസിലുള്ളത്. അന്ന് BJP ഒന്നും ഇല്ലല്ലോ. കോൺഗ്രസിലെ ഹിന്ദു മതത്തിനോട് അനുഭാവം ഉണ്ടായിരുന്ന നേതാക്കന്മാരാണ്. അതിനെതിരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നെഹ്റുവും അംബേദ്കറും അതിനെ മാറ്റി നിർത്തിയത്. അല്ലെങ്കിൽ വളരെ കാലം മുമ്പ് തന്നെ ഇത് പാർട്ടായിട്ട് മാറിയേനെ. നമ്മുടെ ഈ പറയുന്ന ഹിമാചൽ പ്രദേശിലാണെങ്കിൽ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിനോട് അവിടുത്തെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ മുഴുവൻ പശുക്കളെ കൊല്ലുന്നത് നിരോധിക്കണം എന്നുള്ളതൊക്കെ. ഈ അടുത്തിടയ്ക്കും കഴിഞ്ഞ ദിവസം നടന്ന റാലിയിലും എവിടെയോ നടന്ന റാലിയിലും അമിത്ഷാ പറയുന്നുണ്ടായിരുന്നു, മോഡി മൂന്നാമത് വന്നു കഴിഞ്ഞാൽ ഗോവധ നിരോധന നിയമം കൊണ്ടുവരും എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ പശു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പാർട്ടായിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്നൊരു മോചനമില്ല എന്നുള്ള അവസ്ഥയാണ്. ഈ പശു രാഷ്ട്രീയം ഹിമാചൽ പ്രദേശില് ഒരുപക്ഷെ സഹായിക്കുക കോൺഗ്രസിനായിരിക്കാം. അത് പറയാൻ പറ്റില്ല. അത് മറ്റു ഫാക്ടേഴ്സിനെ കൂടെ അനുസരിച്ചിട്ടിരിക്കും. കോൺഗ്രസിനെ അത് എത്രത്തോളം സഹായിക്കും എന്നറിയില്ല. ഞാൻ അതിൽ കണ്ടത് അത് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആരുപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പറ്റില്ല. അത് മറ്റു ഫാക്ടേഴ്സും കൂടെ അനുസരിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഗുജറാത്ത് മോഡലാണല്ലോ പിന്നീട് ഇന്ത്യൻ മോഡൽ എന്നുള്ള രീതിയിൽ വന്നത്. പ്രധാനമായിട്ടും ഗുജറാത്തിന്റെ വികസനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നത്. അപ്പൊ ഗുജറാത്തിൽ ഒരു വലിയ വികസനം നടന്നു എന്ന് കാണിച്ച് അത് കേന്ദ്രത്തിലേക്ക് വരികയും അങ്ങനെ ആ ഒരു വലിയ വികസന മാതൃക ഞങ്ങൾ നടത്തി എന്ന് പറഞ്ഞ അവകാശപ്പെട്ടുകൊണ്ടാണ് നിലവിൽ BJP മറ്റെല്ലാ സ്റ്റേറ്റുകളെയും സമീപിക്കുന്നത്. അപ്പൊ എത്രത്തോളം, അതായത് ഇനി വരുന്ന ഇന്ത്യൻ ഭരണത്തിൽ ഗുജറാത്തിന്റെ ഒരു പ്രാധാന്യം എന്തായിരിക്കും? ഗുജറാത്ത് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ത്യയിലെ മികച്ച സംസ്ഥാനങ്ങളിൽ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഞാനതിനെ കാണുന്നത് എത്രത്തോളം റിയാലിറ്റി ഉണ്ട്, എത്രത്തോളം ഒരു പെർസെപ്ഷൻ ബിൽഡിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഗുജറാത്ത് മാത്രമല്ല, ഇപ്പം ഇന്ത്യയിൽ നിയോ ലിബറൽ പോളിസീസ് ഒക്കെ മൻമോഹന്റെ സമയത്ത് 91 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇന്ത്യ ഒരു തേർഡ് ഗിയറിലേക്കോ ഫോർത്ത് ഗിയറിലേക്കോ പോയി തുടങ്ങിയത് 2000 ശേഷമാണ്.
വാജ്പേയി സർക്കാരിന്റെ സമയത്തും അതിനുശേഷം പ്രധാനമായിട്ടും ഇന്ത്യ മുന്നേറി എന്ന് പറഞ്ഞാൽ മൻമോഹന്റെ ഒന്നാം മൻമോഹൻ സിംഗ് സർക്കാർ, രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരിന്റെ സമയത്തൊക്കെ. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ ഏത് ഗ്രോത്ത് പാരാമീറ്റേഴ്സ് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഗുജറാത്തിൽ അങ്ങനെ വലിയൊരു വ്യത്യാസമൊന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പൊ ഗുജറാത്തുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യാൻ എടുത്തു നോക്കിയത് കർണാടക, തമിഴ്നാട്, അല്ലെങ്കിൽ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മഹാരാഷ്ട്ര ഈ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ചിട്ട് വളരെ മുന്നിലാണ് നേരത്തെ തന്നെ. ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് പറയാനാണെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത് മഹാരാഷ്ട്രയിലാണ്. ബാക്കി ഈ സംസ്ഥാനങ്ങളൊക്കെ ഗുജറാത്ത്, കർണാടകയും തമിഴ്നാടും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരേ രീതിയിലാണ് പോകുന്നത്. അവരുടെ GDP വർധനവാണെങ്കിലും അങ്ങനെ വികസനത്തിന്റെ എല്ലാ കാര്യത്തിലും ഈ സംസ്ഥാനങ്ങൾ ഒരേപോലെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോഴും ഗുജറാത്ത് മോഡലിൽ നിന്ന് മാത്രം നമ്മൾ കേൾക്കുകയും മറ്റ് സംസ്ഥാനങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അപ്പം ഈ എല്ലാ സംസ്ഥാനം അങ്ങനെ കേൾക്കാൻ മാത്രം വലിയൊരു മോഡൽ അല്ല ഗുജറാത്ത്. അങ്ങനെ ഗുജറാത്ത് വികസിക്കുന്നില്ല എന്നല്ല, ഗുജറാത്ത് വികസിക്കുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ മറ്റിടങ്ങളിലും മാറ്റം വരുന്നുണ്ട്. പക്ഷെ അത് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് ഗുജറാത്തിൽ എന്തോ പ്രത്യേക നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗുജറാത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ, മറ്റൊരിടത്ത് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ട് ഗുജറാത്തിൽ നടക്കുന്നു, അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന സ്ഥലത്ത് മാത്രമേ വികസനം നടക്കുന്നു എന്നുള്ളൊരു പെർസെപ്ഷൻ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ തന്നെ 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യ വികസിച്ചു എന്ന് പറയുന്ന അതേ സംഭവം തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. അതിനു മുമ്പും ഇന്ത്യ വികസിക്കുന്നുണ്ടായിരുന്നു. ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു വരയാണ് ഏത് പാരാമീറ്റർ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഗുജറാത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കുറച്ച് മോശപ്പെട്ട പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഇപ്പൊ കേരളത്തെ വെച്ച് കേരളമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിന് അതിൻ്റെതായ പ്രത്യേകതകൾ കൊണ്ടാണ് കേരളം മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാം. അപ്പൊ നമ്മളതൊരു ബെഞ്ച് മാർക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കേരളം 10 വർഷം മുമ്പ് എന്തായിരുന്നു അതേ നിലവാരത്തിലേക്ക് ആണ് ഇപ്പം എത്തിയിട്ടുള്ളൂ ഗുജറാത്ത് എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ബെഞ്ച് മാർക്ക് എങ്കിൽ. പക്ഷെ വികസനത്തിന്റെ പല കാര്യം, ഇപ്പൊ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് നടക്കുന്നത്. അവർ മഹാരാഷ്ട്ര ഇപ്പോൾ കടത്തിയിട്ടുണ്ട്. അപ്പം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ഉപയോഗിക്കും. പക്ഷെ അത് സർവീസ് സെക്ടർ എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ കർണാടകയാണ് മുന്നിൽ. അതിൽ ഗുജറാത്ത് കേരളത്തിനേക്കാളും താഴെയാണ് സർവീസ് സെക്ടറിൽ. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ പ്രത്യേകതകളുണ്ട്, അത് അവർ ഉപയോഗിക്കുന്നുമുണ്ട്. ഇപ്പൊ ഗുജറാത്തുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിപ്പത്തിന്റെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും ഒരു 2000 നോക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയായിരുന്നു, കർണാടകയും മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ. 2024 നോക്കുകയാണെങ്കിലും GDP-യുടെ കാര്യത്തിലും ഒക്കെ ഈ സംസ്ഥാനങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പൊ എല്ലാവരും വികസിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പോളിസിയിൽ മാറ്റം വന്നതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അവിടെ മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു പൊട്ടിത്തെറി, വികസനത്തിന്റെ പൊട്ടിത്തെറിയോ ഒന്നും ഉണ്ടാകുന്നില്ല. പല പാരാമീറ്ററിലും അവർ പുറകോട്ട് പോകുന്നതുകൊണ്ട്. ഇപ്പൊ ഉദാഹരണത്തിനാണ് ദരിദ്രരെ രക്ഷിച്ചതിന്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് ഇന്ത്യയിലെ ഒരു ദരിദ്ര സംസ്ഥാനമായ പറയപ്പെടുന്ന ബംഗാളിനേക്കാളും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചെന്ന് പറയാം. അപ്പം അങ്ങനത്തെ പാരാമീറ്റേഴ്സിൽ അവർ പുറകിലുമാണ്. അപ്പൊ ഇത് ഒരു പെർസെപ്ഷൻ ബിൽഡിംഗ് എന്നൊരു മോഡൽ ഉണ്ടെങ്കിൽ അത് ഒരു ഗുജറാത്ത് മോഡലാണ്. അതേ മോഡൽ തന്നെയാണ് ഇന്ത്യ മൊത്തത്തിൽ അവര് PR ലെവലിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഗുജറാത്തിന്റെ പൾസും പൂർണ്ണമായിട്ടും BJP-ക്ക് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും. നമുക്കറിയാലോ 2014 ഇലക്ഷനിൽ ഗുജറാത്ത് മോഡൽ ഉയർത്തിക്കാട്ടിയിട്ടാണ് അവര് അധികാരത്തിലെത്തുന്നത്. അതായത് പൊള്ളയായ ഗുജറാത്ത് മോഡലിനെ ഉയർത്തിക്കാട്ടി പൊള്ളയായി എന്ന് പറയില്ല, സംഭവിക്കുന്നുണ്ട്, വികസനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനെ ഒന്നിനെ 10 കാണിക്കുക എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ഇപ്പൊ 2014 അവർക്ക് അത് ഗുജറാത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ അവൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ 2024 അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ 2014 ശേഷം മാത്രമാണ് ഇന്ത്യ വികസിച്ചത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇനി വികസിക്കണമെങ്കിൽ ഇവരുണ്ടായേ പറ്റൂ എന്നുള്ള രീതിയിലാണ്. മറ്റാർക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇനി അവർക്ക് അതിന്റെ ആവശ്യമില്ല. രാജ്യത്തിനുള്ളിലെ രാജ്യം എന്നാണ് ഉത്തർപ്രദേശിന്റെ ഒരു അനാലിസിസിനെ അഭിലാഷ് പേരിട്ടിട്ടുള്ളത്. കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉത്തർപ്രദേശ് രാഷ്ട്രീയം പൂർണ്ണമായും അടിസ്ഥാനമായി നിൽക്കുന്നത് രാമക്ഷേത്രമാണ്. അപ്പൊ ഈ രാമക്ഷേത്രം സ്വാഭാവികമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കും, അയൽ സംസ്ഥാനങ്ങളിൽ പോലും നേട്ടങ്ങൾ ഉണ്ടാക്കും നമുക്കറിയാം. ഉത്തർപ്രദേശിനെ ഇത് എത്തരത്തിലായിരിക്കും ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഉത്തർപ്രദേശിൽ രാമക്ഷേത്രത്തിന്റെ സാധ്യത? ഉത്തർപ്രദേശിലെ രാമക്ഷേത്രത്തിന് വളരെ വലിയ സാന്നിധ്യം ഉണ്ടാവും. ഈവൻ ആദ്യമായിട്ട് BJP അവിടെ അധികാരം നേടുന്നത് 90-ൽ അയോധ്യയിലെ ആ രാമയാത്ര നടക്കുകയും ബാബറി മസ്ജിദിന്റെ സമയമൊക്കെതാണ് BJP വലിയ നേട്ടം കൈവരിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം ഉത്തർപ്രദേശിൽ അവിടെയുണ്ട്.
നമുക്കറിയാം കഴിഞ്ഞ വർഷം 2019 അയോധ്യ ഒന്നുമില്ലെങ്കിൽ തന്നെ അവർ വളരെ വലിയ സീറ്റുകളൊക്കെ നേടി. ഇപ്പം എന്തായാലും ഈ ജനുവരിയിലാണല്ലോ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. അപ്പം എന്തായാലും അവർക്ക് അവിടെ വലിയൊരു ശക്തമായ സാന്നിധ്യം ഉണ്ടാവും. അപ്പം ഞാൻ രാജ്യത്തിനുള്ളിലെ രാജ്യം എന്ന് പറഞ്ഞ് എഴുതിയതിനകത്ത് അയോധ്യയെ മാറ്റി നിർത്തിയിട്ട് ഉത്തർപ്രദേശിനെ എങ്ങനെ നോക്കി കാണാമെന്നാണ് ഞാൻ നോക്കിയത്. കാരണം അയോധ്യയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട്. അപ്പോൾ ഉത്തർപ്രദേശ് നമുക്കറിയാം, ഉത്തർപ്രദേശ് നേടിക്കഴിഞ്ഞാൽ ഇന്ത്യ നേടി എന്നുള്ള അവസ്ഥയിലാണ്. ഈ ഇന്ത്യയിലെ 6-1 6 ഇന്ത്യക്കാരെ എടുത്താലും ഒരു ഇന്ത്യക്കാരൻ ഉത്തർപ്രദേശുകാരനാണെന്നുള്ള അവസ്ഥയാണ്. 25 കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. 80 ലോക്സഭാ സീറ്റുകളുണ്ട്. അപ്പോൾ 540-ൽ 80ഓളം ലോക്സഭാ സീറ്റുകൾ. അപ്പോൾ ഉത്തർപ്രദേശിലൊരു തരംഗം ഉണ്ടാകുകയും അത്രയും സീറ്റുകൾ നേടിക്കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ വളരെ വലിയ മുന്നേറ്റം ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാക്കാം. അപ്പോൾ ഉത്തർപ്രദേശിനെ പറ്റി പക്ഷേ ഉത്തർപ്രദേശിൻ്റെ പറ്റി കേരളത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഉത്തർപ്രദേശിന് ദരിദ്ര സംസ്ഥാനമാണ് എന്നുള്ള രീതിയിലുള്ള നമ്മൾ പറയുന്നുണ്ട്. എല്ലാം ഉത്തർപ്രദേശിന് കൊടുക്കുകയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിനെ പറ്റിയുള്ള ഏത് അനാലിസിസിലും അവരുടെ ജനസംഖ്യയും കൂടെ കണക്കാക്കണം എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പറയാൻ ശ്രമിച്ചത്. കാരണം നമ്മളിപ്പം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനകത്ത് പ്രധാനമായിട്ടും നോക്കുന്ന കാര്യമാണ് ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ആളോഹരി വരുമാനം നോക്കുമ്പോൾ 25 കോടി ജനങ്ങളെ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വരുമാനത്തിൽ അതിൻ്റെതായ കുറവുണ്ടാവും. ഇത്രയും ആളുകൾക്ക് വെൽഫെയർ ചെയ്യാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് ഇത്രയും ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് അതിനനുസരിച്ചുള്ള പൈസ വേണം. അപ്പോൾ ആ സംസ്ഥാനത്തിന് രക്ഷപ്പെടണമെങ്കിൽ അത്രത്തോളം വെൽത്ത് ജനറേറ്റ് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ അത് എത്രത്തോളം വികസിച്ചു എന്ന് പറയുന്നതിനും അതിനൊരു കഴമ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഭാഗത്തിനും കഴപ്പുണ്ട്. അവരെ കുറ്റപ്പെടുത്തുന്നതിനും ആ ജനസംഖ്യ ഒരു നിർണായക പങ്കാണ്. അപ്പോൾ ജനസംഖ്യ എന്ന് പറയുമ്പോൾ മറ്റ് ഒരു സ്ഥലത്തുള്ള പോലത്തെ ജനസംഖ്യയല്ല അവിടെ ഉള്ളത്. ഇപ്പോൾ ബീഹാറിലെ ജനസംഖ്യയെക്കാട്ടിലും ഇരട്ടിയോളം ജനസംഖ്യയുണ്ട് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്തർപ്രദേശിനേക്കാളും വലിയ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ആ മൂന്നോളം സംസ്ഥാനങ്ങളുടെ മൊത്തം ജനസംഖ്യയെക്കാളും കൂടുതലാണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ. ഉത്തർപ്രദേശ് ഒരു രാജ്യമാണെങ്കിൽ 3-4 സ്ഥാനത്തെത്തും ജനസംഖ്യയുടെ കാര്യത്തിൽ. അമേരിക്കയുടെ പോപ്പുലേഷൻ 30 ലക്ഷമാണ്, ഉത്തർപ്രദേശിൽ 25 ലക്ഷം. അപ്പോൾ ഇത്രയും വലിയൊരു ജനസംഖ്യയുടെ വികസനം എന്ന് പറയുമ്പോൾ ഇപ്പം സർക്കാരുകൾ മുന്നോട്ട് വെക്കുന്ന എല്ലാം വികസിച്ചു എന്നൊക്കെ പറയുന്നത് അവർ പറയുന്നത് ഈ ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം, ഉത്തർപ്രദേശിൻ്റെ പ്രദേശങ്ങൾ. അപ്പോൾ അതായത് വെസ്റ്റേൺ UP ആണെന്ന് തോന്നുന്നു. വെസ്റ്റേൺ UPയിലെ ഉണ്ടാകുന്ന നോയിഡയിലും ഒക്കെ ഉണ്ടാകുന്ന വികസനങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മുടെ യൂസഫ് അലി മുതൽ അദാനി അവരെല്ലാം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ വികസനത്തിൻ്റെ കണക്കുകൾ പറയുന്നത്. അതേസമയം ഒരുപാട് ഗ്രാമങ്ങളിൽ ഇപ്പോഴും വളരെ വളരെ വലിയ പിന്നിലാണ് പല കാര്യങ്ങളിലും, ടോയ്ലറ്റിൻ്റെ കാര്യത്തിലുമൊക്കെ. അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് വികസനം എത്തിക്കുക എന്നുള്ളതും വളരെ ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് വേണം സർക്കാരുകളാണെങ്കിലും കുറ്റപ്പെടുത്തുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അത് വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് പറയുന്നവരാണെങ്കിലും സംസാരിക്കാനാണ്. അല്ലെങ്കിൽ അനുഭവിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ. ഉത്തർപ്രദേശിൻ്റെ പൾസിൽ നമുക്ക് വേറെ സംശയമൊന്നുമില്ല. ഉത്തർപ്രദേശിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാൻ ഇല്ല. ഇപ്പോൾ ഉത്തർപ്രദേശിലെ മുസ്ലിം പോപ്പുലേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 5 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പല രാജ്യങ്ങളെക്കാട്ടിലും കൂടുതലാണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ. പക്ഷെ ഒരിക്കലും ഒരു വോട്ട് ബാങ്കിനെ അവർക്ക് സ്വാധീനിക്കാൻ പറ്റില്ല. കാരണം ഒരു ജില്ലയിലും അവർക്ക് അങ്ങനെ കൃത്യമായിട്ട് ഭൂരിപക്ഷം ഇല്ല. വളരെ 1-2 ജില്ല ഒഴിച്ച് ഉത്തർപ്രദേശിലും ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലകളിലും ഹിന്ദു ഭൂരിപക്ഷമാണ്. അപ്പോൾ അവർ സ്കാറ്റേഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ വോട്ടിനെ അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഇനിയും കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വരെ BJP ജയിച്ചു എന്നാണ് പറയുന്നത്. അതിനൊരു സാധ്യതയും ഈ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇല്ല. അപ്പം അതിന് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം പറയുന്നത് പറഞ്ഞാൽ മുസ്ലിങ്ങളെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് പ്രിന്റിലും ഒക്കെ വാർത്തകളൊക്കെ വന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ മുസ്ലിം ഭൂരിഭാഗത്ത് അവിടെ BJP ജയിക്കുക എന്ന് പറയുമ്പോൾ ഇനിയിപ്പം ഈ വരുന്ന ഇലക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുക പൂർണ്ണമായും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നതായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ആശങ്ക BJPക്ക് ഇല്ല എന്ന് മനസ്സിലാക്കും. ഇല്ല, ആശങ്കകളൊന്നുമില്ല.